പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ തിരുവണ്ണാമലയിൽ മുലപ്പാൽ തീർത്ഥം എന്ന് പറഞ്ഞൊരു അപൂർവമായൊരു തീർത്ഥമുണ്ട്. ഇവിടെയാണ് പണ്ട് കാലങ്ങളിൽ ഋഷീശ്വരന്മാരൊക്കെ തപസ്സിരിക്കുമ്പോൾ ആ ഒരു തീർത്ഥം അവരുടെ ക്ഷീണം മാറ്റാനും മുലപ്പാൽ, അത് ഈ മല എന്തോ നമുക്കറിയില്ല, ഐതിഹ്യമാണ്. ഇന്നും ആ ജലം വളരെ വിശുദ്ധമായി അവർ സൂക്ഷിക്കുകയാണ്. മുലപ്പാൽ തീർത്ഥം തിരുവണ്ണാമലയുടെ ഒരു ഇവിടെ ധാരാളം ഈ കുരങ്ങുകളൊക്കെ വന്ന് ദാഹം തീർക്കും. അങ്ങനെ ഇത് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു നിഗൂഢമായ അത്ഭുതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവണ്ണാമല. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കയറിയാലും മതി വരില്ല. അങ്ങനത്തെ ഒരു നിഗൂഢത, ഒരാകർഷണം ഈ സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അല്പം ഒരു ധ്യാനാത്മകമായി സഞ്ചരിക്കുന്നവർക്കെല്ലാം ഇതൊരു ആകർഷണമാണ്. ധാരാളം പേർ ഇവിടെയുണ്ട്, ആയിരക്കണക്കിന് തപസ്സികൾ, ധ്യാനികൾ, സത്യാന്വേഷകർ, സാധകന്മാർ, അങ്ങനെ ധാരാളം പേര് ഇതിന് ചുറ്റുപാടും വിശ്രമിച്ചുകൊണ്ട് അവരുടെ ഓരോ ദിവസത്തെ ജീവിതവും ആനന്ദകരമായി കൊണ്ടാടുകയാണ്. ഈ തിരുവണ്ണാമലയിൽ വരുമ്പോൾ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ കേരളത്തിലുള്ളവർക്ക് അറിയില്ല ഈ നിഗൂഢമായ സ്ഥലം തിരുവണ്ണാമലയും രമണ മഹർഷീൻ്റെ ആശ്രമവും. നമ്മൾ വടക്ക് ഭാഗത്ത് വരുമ്പോഴും എവിടെ നിന്ന് വന്നാലും കാട്ട്പാടി ഇറങ്ങണം. കാട്ട്പാടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ കിട്ടും, അല്ലെങ്കിൽ ബസ് കിട്ടും. കാട്ട്പാടിയാണ് ജംഗ്ഷൻ. അത് ഏത് ഭാഗത്ത് നിന്ന് വന്നാലും കാട്ട്പാടി ഇറങ്ങി അവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ തിരുവണ്ണാമലയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കാലത്താണ് അധികം ട്രെയിൻ ഉള്ളത്. ഒരു 5:30-ക്കൊരു ട്രെയിനുണ്ട്, അതുപോലെ തന്നെ 6:45-നൊരു ട്രെയിനുണ്ട് രാവിലെ. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിനെ ആശ്രയിക്കാൻ രക്ഷയും. പിന്നെ സേലത്ത് വെച്ചിട്ട് ബസ്സിന് വരാം. സേലത്തിറങ്ങിയിട്ടും 2-2.5 മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ തിരുവണ്ണാമലയിലെത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താമസം ചെയ്ത് ഈ പൗർണമിക്കൊക്കെ ധാരാളം 10-30-50 ലക്ഷമൊക്കെ ആൾക്കാർ വരുമെന്നാണ് ഓരോ പൗർണമിക്കും. അപ്പോൾ റൂമിനൊക്കെ നിങ്ങൾ മുൻകൂട്ടി ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കണം, ഡോർമെറ്ററിയൊക്കെ അന്വേഷിച്ചാൽ ചെറിയ പൈസയൊക്കെ താമസിക്കാം. അത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിങ്ങൾ ഈ സൗകര്യത്തിനായിട്ട് ഈ ഗിരിവലം വയ്ക്കലും അങ്ങനെയൊക്കെ ധാരാളം പേര് അവിടെയൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടൊക്കെ വരുന്നത് നല്ലത്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ റൂം ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ആ ദിവസം വന്നാലും റൂം കിട്ടില്ല. പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനെ ഇത് ആസ്വദിച്ച്. അങ്ങനെ ഭാവിയിൽ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾക്കൊക്കെ ഒരു സൗകര്യം ഒരുങ്ങി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ധ്യാന സങ്കേതം ഒരുങ്ങുകയാണെങ്കിൽ അവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിച്ച് വരാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഫ്രീ സർവീസായിട്ട് ഞാൻ പറഞ്ഞുതരാം. ചാർജൊന്നും ഈടാക്കില്ല, ഹൃദയം കൊണ്ടുള്ള സംവാദമാണ്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വഴിയൊക്കെ ഇവിടെ വരുമ്പോൾ ഞാനുണ്ടെങ്കിൽ ഞാൻ എന്നാൽ കഴിയുന്ന അങ്ങനെ പറഞ്ഞു തരാം. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഇത് ഒരു പരിചയത്തിൻ്റെ വില, വലിയ പരിചയമൊന്നുമില്ല എങ്കിലും സത്യാന്വേഷികളുണ്ടല്ലോ, ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ആത്മമിത്രങ്ങൾക്ക് ഒരു ചെറിയ ഒരു അണ്ണാരക്കണ്ണൻ്റെ തന്നാലായത് ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ ഒരു നെറുങ്ങുവെട്ടുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് നമുക്ക് വേണ്ടിയാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ജന്മനിയോഗത്തിന് വേണ്ടി. വ്യാസമഹർഷി പറഞ്ഞതുപോലെ പരോപകാരമാർത്ഥം ഇതം ശരീരം, മറ്റുള്ളവർക്ക് കൂടി നമ്മൾ വെളിച്ചമായി സാന്ത്വനമായി ഉപയോഗപ്പെടണം. അപ്പോഴല്ലേ ജീവിതമാകുന്നുള്ളൂ. അല്ലാണ്ട് തപസ്സെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയിരിക്കുന്ന അത് വേറെ. നമ്മുടെ മാനവികമായ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബവും ജീവിതവും എല്ലാം രസകരമായി പോകണം. അതാണ് സ്പിരിച്വൽ ലൈഫ്. ഒന്നിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ട, ഒന്നിനോടും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തേണ്ട. ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ മുന്നിൽ. ഓരോ ആൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് ഏത് വഴിയിൽ പോയാലും അവിടെ എത്തിച്ചേരാം. അതാണല്ലോ നമ്മുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. നമുക്കേതാണോ ഇഷ്ടം ആ വഴിയിലൂടെ സഞ്ചരിക്കാം. അവിടെയൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അതിനു വേണ്ടി ജീവിതം ധന്യമാകട്ടെ, എപ്പോഴും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ വരുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.